വലിയൊരു വിഷമവും പ്രയാസവുമുള്ള ഒരു സാഹചര്യമാണ്. 71 ദിവസം നമ്മളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. എല്ലാ വിശ്വാസികളും, കേരളത്തിലുള്ളതാകുന്ന മുഴുവൻ സഹോദര സഹോദരിമാർ, അതിൽ മതമില്ല, എല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥിച്ചു. ആ സഹോദരനെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടണം. മരണപ്പെട്ടു എന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ. പക്ഷെ എങ്ങനെയെങ്കിലും ആ ബോഡിയെങ്കിലും കിട്ടിയാൽ ആ കുടുംബത്തിനൊരു ആശ്വാസം, ഒരു സമാധാനം. അതിലേറെ ആശ്വാസമാണ് മനാഫ് എന്ന് പറയുന്ന സഹോദരന് കിട്ടുന്ന സമാധാനം. മീഡിയയിലൂടെ നമ്മളെല്ലാവരും ആ ചെറുപ്പക്കാരനെ കണ്ടില്ലേ? എത്ര വലിയൊരു ഈമാനാണ്, എത്ര വലിയൊരു മാനവികതയാണ് ആ സഹോദരൻ വിളിച്ചോതിയത്. എവിടുന്ന് കിട്ടിയ ആ സഹോദരന് ഇത്ര വലിയ ആത്മധൈര്യം? പരിശുദ്ധ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു കൊടുത്ത ആത്മീയ വീര്യമാണെന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശ്വാസികൾക്ക് പ്രവാചകൻ കൊടുത്ത ആത്മവീര്യമാണ്. തന്റെ സഹോദരനെ, കൂടപ്പിറപ്പിനെ, തന്റെ ജോലി ചെയ്യുന്ന കീഴ് ജീവനക്കാരനെ സ്വന്തം സഹോദരനെ പോലെ ചേർത്ത് നിർത്താനുള്ളതാകുന്ന മാനസികമാകുന്ന ഒരു കഴിവ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി ശഫീഉന റസൂലുള്ളാഹി. അല്ലാഹു ഒരു സഹോദരനെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ആ സഹോദരൻ അവരനാകുന്ന മറ്റൊരു സഹോദരന്റെ വിഷയത്തിൽ പരിപൂർണമായി നിലനിൽക്കുന്ന കാലഘട്ടത്തോളമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഹദീസിൻ്റെതാകുന്ന അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ജീവിതമാണ് മനാഫ്. കർണാടകയിലെ ശിരൂർ എന്ന് പറയുന്ന ഗംഗാവലിയുടേതാകുന്ന നദിയുടെ തീരത്ത് കഴിഞ്ഞ 71 ദിവസം തപസ്സിരിക്കാൻ ഒറ്റ ഇരുത്തം അവിടെ തന്നെ കൂടി. തന്റെ കൂട്ടുകാരനായി, തന്റെ ജീവനക്കാരനായി ജോലി ചെയ്യുന്ന ലോറി ഓടിക്കുന്ന പാവപ്പെട്ട അർജുനൻ എന്ന് പറയുന്ന കാരന്തൂര് പരിസരത്തുള്ള കോണോട്ട് എന്ന് പറയുന്ന മഹലിൻ്റെതാകുന്ന ഒരു ഭാഗത്ത്